ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടക്കുന്നത്. കമലി, ചേലക്കരയിലേക്ക് നമ്മൾ അധിക നേരം നിന്നത് അവിടെ നല്ല തിരക്ക് പല ബൂത്തുകളിലും ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കമൽ നിൽക്കുന്നത് നേരത്തെ കമൽ പറഞ്ഞു, കൽപ്പറ്റയിലാണ്, നഗരമേഖലയാണ്. അവിടെ തിരക്കായി വരാൻ അല്പം ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല നിരവധി പ്രധാനപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യുന്ന ബൂത്തുമാണ്. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം, വർത്തമാനം എങ്ങനെയാണ് അവിടെ? രതീഷ്, ആളുകൾ ഇനി ഏതാണ്ട് 5 മിനിറ്റേ ഉള്ളൂ പോളിംഗ് തുടങ്ങാൻ. അത്യാവശ്യം ക്യൂ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നഗരമേഖലയാണെങ്കിൽ കൂടി SKMJ സ്കൂളിൽ 3 ബൂത്തുകളാണ് ഉള്ളത്. 6 മണി തൊട്ടൊക്കെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാ പ്രാവശ്യവും ആദ്യം വോട്ട് ചെയ്യോ? മിക്കവാറും. ഇന്ന് എത്ര മണിക്ക് വന്നു? 6:10 വന്നു. ആദ്യത്തെ വോട്ടല്ലേ ചെയ്യാൻ പോകും? നേരത്തെ വന്നു. നേരത്തെ വന്നു. ഇത്തവണ ഈ അടുപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പും കൂടെ വരുമ്പോൾ പോളിംഗ് ശതമാനം കുറയോ, ആളുകൾ എത്തുന്ന കുറയാൻ സാധ്യത ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, സാധ്യത കുറവാ. ഒഴിവാളുകൾ കുറച്ച് കഴിയുമ്പോൾ. ചേലക്കരയിലെ രാവിലെ വോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് നേരത്തെ എത്തി? ഇല്ല, ഇവിടെ നേരത്തെ എത്തി. ഇവിടെ ബൂത്തിലിരിക്കണം. അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാം. അത് തന്നെയാണ്. ഏജന്റ് ആണോ? ആ, ബൂത്തിൽ നേരത്തെ ജോലിക്ക് പോകാൻ വേണ്ടി നേരത്തെ വന്ന് വോട്ട് ചെയ്ത് പോകാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ വോട്ട് ചെയ്യുന്ന പതിവാണോ? അതെ. രതീഷ്, ഇപ്പോഴെന്തായാലും ക്യൂ ആയിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. ഞാൻ പറഞ്ഞതുപോലെ നീണ്ട ഒരു ക്യൂ ഉണ്ടാകുന്ന ഒരു ബൂത്തല്ല SKMJയിലെ ബൂത്ത്. നഗരമേഖലയാണ്. ആളുകൾ വന്ന് പെട്ടെന്ന് വോട്ട് രേഖപ്പെടുത്തി പോകും. പക്ഷേ ഇന്ന് എന്തായാലും രാവിലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. മറ്റ് ബൂത്തുകളിലും എല്ലാ സ്ഥലത്തും വോട്ടർമാർ എത്തിത്തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് രതീഷ്.